ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. അടുത്ത തവണ വീടുകളിൽ ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1.5 കിലോ കോഴിയാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി മാരിനേഷനായിട്ട് ആദ്യമേ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ അളവില് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാല, 1 ടീസ്പൂൺ അളവില് ബിരിയാണി മസാല പൊടി, 1 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ മസാല പൊടികളുടെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പൗഡർ കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 5 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും. ചിക്കനിലേക്ക് കോൺഫ്ലോർ ചേർക്കുന്നത് നല്ലൊരു കോട്ടിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവില് കട്ട തൈര് കൂടെ ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ പുളിപ്പില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോയില് മസാലപ്പൊടികൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ വീഡിയോ കണ്ടൊന്ന് നോക്കണേ. ഇനി നന്നായിട്ട് കുഴച്ചെടുത്ത ചിക്കൻ പീസുകൾ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 2 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുള്ള ചിക്കൻ വറുത്തെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് വറുക്കാൻ മാറ്റാം. വറുക്കാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. 2 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ മൂടി വെച്ച ചിക്കൻ പീസുകൾ മൂടി തുറന്ന് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. ചിക്കൻ മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും. ഇനിയിപ്പം മുരിഞ്ഞു വന്നിട്ടുള്ള ചിക്കൻ പീസുകൾ ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ചിക്കൻ പീസുകൾ മുഴുവനും കോരി മാറ്റിക്കഴിഞ്ഞാൽ അതേ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഒരു കോട്ടിങ് കൊടുക്കണം. ഇതിനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു സവാള നൈസായി കട്ട് ചെയ്തതും 1 പോള് വെളുത്തുള്ളി കൂടി ചതച്ചത് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം 2-3 പച്ചമുളകും കട്ട് ചെയ്ത് ചേർക്കാം. ഇവയെല്ലാം ഒന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലെ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിലെ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ അളവിലെ ചില്ലി സോസും ഇവയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 2 ടീസ്പൂൺ അളവിൽ തന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നമുക്കൊന്നുകൂടെ വഴറ്റിയെടുക്കാം. വഴറ്റുന്ന മസാലകളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ.